Hey guys, welcome back to Lax YouTube channel. So it's me Lachu here. So ഇന്ന് വന്നിട്ട് വീണ്ടും ഞാൻ കോളേജിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചു. ബിക്കോസ് കൊമൻസിലൊക്കെ വന്നിട്ട് കുറച്ച് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓരോന്ന്. ദാറ്റ്സ് വൈ ഐ തോട്ട് ഇനി ഒന്നുകൂടി ചെയ്തേക്കാം. പിന്നെ അല്ലാണ്ട് ഞാനിങ്ങനെ വീഡിയോസ് ഇനി തൊട്ട് കോളേജിനെ പറ്റി ചെയ്യേണ്ട, കാരണം എൻ്റെ ഓൾമോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോസിൽ മോസ്റ്റ് ഓഫ് ദം കോളേജിനെ പറ്റിയാണ്. സോ ഐ തോട്ട് ഇനി ചെയ്യേണ്ടെന്നാണ്. ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഓരോന്നും ചോദിക്കുന്നതുകൊണ്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. സോ അതുകൊണ്ട് കോളേജിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ. സോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് കോളേജ് ഗ്രൗണ്ടിലാണ്. ആൻഡ് അതിന് മുമ്പ് ഞാൻ ക്യാമ്പസ് കുറച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് അത് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, സോ ഗായ്സ്, ഇതാണ് കോളേജിലെ മെയിൻ ബ്ലോക്കിൻ്റെ ക്യാൻറ്റീൻ. ഇതിനുള്ളിലാണ്. സോ ദെൻ അതാണ് മെയിൻ ബ്ലോക്ക്. ഇത് ഗ്രീൻ പാർക്ക്. സോ ഇന്നിപ്പോൾ ലൈക്ക് സൺഡേ ആണ്. അപ്പോൾ അത് കാരണം കോളേജിൽ ആരും ഇല്ലാത്ത അല്ലെങ്കിൽ ക്രൗഡായിരിക്കും. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. ഇതിപ്പോൾ കുറേ ആയല്ലോ കോളേജിൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇന്നത്തോട്ട് കോളേജിൻ്റെ വീഡിയോ ചെയ്യേണ്ടതെന്ന് കരുതിയതാണ്. ബട്ട് സ്റ്റിൽ ഇത് ചെയ്യാമെന്ന് വെച്ചു. കാരണം കുറച്ച് പേർക്ക് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് ഓരോന്നും, അതുകൊണ്ടാണ്. സോ ഇതാണ് മെയിൻ ബ്ലോക്ക്. ഇവിടെയാണ് സയൻസ്, ഫോറൻസിക് സയൻസ്, പിന്നെ ഈ BC അവരുടെ ആ ഡിപ്പാർട്ട്മെൻറ്റെല്ലാം ഈ ബ്ലോക്കിലാണ് വരുന്നത്. സയൻസ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം വരുന്നത് മെയിൻ ബ്ലോക്കിലാണ്. പിന്നെ നമ്മുടേത് വന്നിട്ട് അഡ്മിൻ ബ്ലോക്കാണ്. അതാണ് മാനേജ്മെൻറ്റിൻ്റെ ബ്ലോക്ക്. അതാണ് ഇവിടെ ഇങ്ങനെ നടന്നിങ്ങനെ കൊണ്ട്. സോ ഇതാണ് നമ്മുടെ ബ്ലോക്ക്. പിന്നെ ഇതാണ് PG MB ബ്ലോക്കൊക്കെ. ദിസ് വൺ MB PG ബ്ലോക്കൊക്കെ ഇതാണ്. സോ ഇതാണ് നമ്മുടെ ബ്ലോക്ക്, അഡ്മിൻ ബ്ലോക്ക്, മാനേജ്മെൻറ്റിൻ്റെ. സോ ഇവിടെയാണ് എൻ്റെ ക്ലാസ് വരുന്നത്. ആൻഡ് അത് പണി നടക്കുക, ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അതാണ് ഹ്യൂമാനിറ്റീസ് ബ്ലോക്ക്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഇന്ന് ആക്ച്വലി സൺഡേ ആയത് കാരണം അധികം ആരുമില്ല. ഞാൻ കുറച്ച് പേരൊക്കെ ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്തു. അപ്പോൾ കുഴപ്പമില്ല, വീഡിയോ എടുക്കാമല്ലോ. ഇതിപ്പോൾ ആരുമില്ലാത്തത് നല്ല ഇതൊരു ബെനിഫിറ്റ് ആയിരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക, ഒരു ഷൈ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും ആൾക്കാരുള്ള. എന്നാലും ഞാൻ സൈഡിൽ എവിടെയെങ്കിലും പോയിരുന്നു പറയാം എന്നൊക്കെ ഉള്ള ഇതായിരുന്നു. ഇതിപ്പോൾ നോക്കിയപ്പോൾ ആരുമില്ല. വാവ്, ഇറ്റ്സ് ഗുഡ്. സോ കോളേജ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ആരുമില്ല, ഞാൻ മാത്രം. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. യൂഷ്വലി അങ്ങനെ അല്ലല്ലോ. പാട്ട് കിടക്കുക. ഇറ്റ്സ് ഗോയിങ് ഓൺ. മേ ബി എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാവും. ഒരു ഡോർ മാത്രമേ തുറന്നിട്ടുള്ളൂ. സോ ദിസ് ഈസ് മൈ കോളേജ് ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ട് കണ്ട് ആരെയും ഇമ്പ്രസ് ആവുന്നുണ്ട്. കാരണം ഇവിടെ ഇറങ്ങി ഞങ്ങൾക്ക് കളിക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് കയറി ഇരിക്കാം. പിന്നെ എന്താ പറയുക, അല്ലാണ്ട് ഫുട്ബോൾ കളിക്കാനോ ഗെയിംസ് ഒന്നും ഇവിടെ നടത്താറില്ല. പിന്നെ അതാണ് ബാസ്കറ്റ്ബോൾ കോർട്ട്. അവിടെ ഇപ്പോൾ എന്തോ പണി നടക്കുന്നുണ്ട്. ഫ്ലോറൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുവാന്ന് തോന്നുന്നു. ദാറ്റ്സ് വൈ അതൊക്കെ ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുമോ. അവിടെ അടുത്ത് പോകണോ? കാണിച്ചു തരാം. എന്തായാലും ഇവിടെ വരെത്തിയല്ലേ. ആൻഡ് ദ വെദർ ഈസ് സോ ഗുഡ്. ലുക്ക് അറ്റ് ദിസ് ഗായ്. ഇപ്പോഴാണ് ബാംഗ്ലൂർ വെദർ ഈസ് ബാംഗ്ലൂർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത്രയും നാൾ ചൂട് എന്തൊക്കെയായിരുന്നു. ഇറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, AG ബ്ലോക്ക്, MB ബ്ലോക്ക്, ഹ്യൂമാനിറ്റി ബ്ലോക്ക് ഇവിടെ നിന്ന് കാണില്ല. ആ കോർണറിലാണ്. സോ ദിസ് ഈസ് എ കോളേജ്. ദിസ് ഈസ് മൈ ബ്ലോക്ക്. സോ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇതിപ്പോൾ പെട്ടെന്ന് റിപ്പയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും വെക്കേഷനൊക്കെ ഇല്ല, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു പൊളിച്ച് കെട്ടുന്നത്. സോ നമുക്ക് എവിടെയെങ്കിലും പോയിരുന്നിട്ട് ബാക്കി സംസാരിക്കാം. ഇവിടെ ഇപ്പോൾ പോസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ കളിക്കാൻ പറ്റില്ല. അതാ മെയിൻ തിങ്. വെറുതെ കൊണ്ടുവച്ചിരിക്കുക പോസ്റ്റൊക്കെ. ഞാൻ ഫസ്റ്റ് കോളേജിൻ്റെ ഇത് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൗണ്ട് കണ്ടപ്പോൾ ഞാൻ വാവ്
പോയിട്ട് ഫുട്ബോളൊക്കെ കളിക്കുക അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ബട്ട് ഇവിടെ നോക്കിയപ്പോൾ കളിക്കാനൊന്നും പറ്റില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ബട്ട് ഇതിന് മുമ്പ് ഇവിടെ കളിക്കുന്നുണ്ട് എന്ന്, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് കോളേജിൻ്റെ എൻ്റെ വേറൊരു ക്യാമ്പസ് ഉണ്ട്, അവിടെ വെച്ചാണ് നമ്മുടെ ഈ ലൈക്ക് ക്യാമ്പും പ്രാക്ടീസൊക്കെ നടക്കുന്നത്. അവിടെ വെച്ചിട്ടാണ്. അവിടുത്തെ ഒരു മഡ് ഗ്രൗണ്ടാണ് അത് കൊള്ളത്തില്ല. ഓ ഗ്രാസായിട്ട് ഇങ്ങനെ നല്ല ഇതാണെങ്കിലും നടക്കുമ്പോഴേക്ക് കണ്ടില്ലേ കുറേയൊക്കെ പണിയുണ്ട്. ഈ ഒരു പോർഷൻ വൈസ് ഓക്കെ. നമുക്ക് എവിടെ എവിടെയും ഇരിക്കാം, എന്നിട്ട് ബാക്കി നടത്താം. അപ്പോൾ ഇതാണ് ഗ്രീൻ പാർക്ക്. ഓക്കെ, ഗ്രീൻ പാർക്ക്. ഇവിടെലേക്ക് എല്ലായിടത്തും ക്യാമറാസ് ഉണ്ട്. സോ എല്ലായിടത്തും ക്യാമറാസ് ഉണ്ട്, എല്ലാം മാനേജ്മെൻറ്റ് വാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമാണ്. ഫസ്റ്റ് ടൈമാണ് ഗ്രൗണ്ടിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഗുഡ്. സോ യാ, അപ്പോൾ കോളേജിനെ പറ്റിയുള്ള കാര്യമൊക്കെ ഇന്ന് ലൈക്ക് May 19th ആണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. ഓൾസോ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ എനിക്കിപ്പോൾ വേറെ സ്പെഷ്യലായിട്ടൊന്നും പരിപാടി ഇല്ലായിരുന്നു. ആൻഡ് ഇപ്പോൾ എക്സാം നടക്കും, അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് വീഡിയോസൊന്നും ഇപ്പോൾ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാത്ത. എക്സാമിൻ്റെയൊക്കെ ആ ഒരു ടൈമല്ലേ, അതുകൊണ്ട് ബിസിയായി പോയി അതാ. ആൻഡ് ഇനിയിപ്പോൾ 2 എക്സാം കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ എക്സാം ക്ലോസ് ലൈക്ക് ഫുള്ള് കഴിയുന്നുണ്ട്, ഫിനിഷ് ആവും. അത് കഴിഞ്ഞാൽ വെക്കേഷൻ. ഓ സോ ഇനിയിപ്പോൾ വീഡിയോസൊക്കെ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. മാക്സിമം എഫേർട്ട് ഇടണം. കാരണം അയ്യോ മിക്കവാറും മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ട്, അത്രയ്ക്ക് ഇരുട്ടുക. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഞാൻ വരുമ്പോൾ കൂടെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ മഴ പെയ്യും തോന്നുന്നു, നല്ല ഇരുട്ട് കയറുന്നുണ്ട്. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ ക്യാമ്പസിൻ്റെ സൈഡിൽ പോയി ഇരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഓടേണ്ടി വരും. ലെറ്റ്സ് ഗോ. ഓ സ്കൈ, നല്ല മഴ കയറി വരുന്നുണ്ട്. റിസ്ക് എടുക്കണ്ട, നമുക്ക് അവിടെ എവിടെ പോയിരിക്കാം. ഇപ്പോൾ ടൈം 5:20 ആയിട്ടുള്ളൂ. ഇപ്പോൾ മഴ പെയ്യ. സോ യാ ഗൈസ്, ഇപ്പോൾ നമുക്ക് കോളേജിനെ പറ്റി സംസാരിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, മഴ പെയ്യല്ലേ ഗോഡ് പ്ലീസ്. നോ, അയ്യോ കുറച്ചുപേരൊക്കെ വരിക, സീരിയസ് ആണെന്ന് തോന്നുന്നു. അയ്യോ റാഗിങ് അങ്ങനെയൊന്നുമില്ല ഇവിടെ, ബട്ട് എന്നാലും എന്താ ഒരു. സോ ഇപ്പോൾ ലൈക്ക് ഫസ്റ്റ് ഇയേഴ്സൊക്കെ എല്ലാം അഡ്മിഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ടൈമാണ്. സോ അഡ്മിഷൻ പ്രോസസ്സ് വന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യും. പിന്നെ അതിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക. അത് പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും. പിന്നെ പേയ്മെൻറ്റ് അതിന് ശേഷം അങ്ങനത്തെ പ്രോസസ്സൊക്കെ ആയിരിക്കും. സോ ഇൻ്റർവ്യൂ ലൈക്ക് എന്താ പറയുക, വലുതായിട്ട് അങ്ങനെ സ്ട്രെസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ഓൺലി. ആൻഡ് എന്താ പറയുക, കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചോദിച്ചാലും കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ പറയാൻ വേണ്ടി ട്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വലുതായിട്ടൊന്നുമില്ല. നിങ്ങളിപ്പോൾ പറയുന്ന ഉത്തരം ലൈക്ക് അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസർ അറിയില്ലെങ്കിൽ അതിൽ ലൈക്ക് ആൻസർ അറിയില്ലെങ്കിൽ ഓക്കെ സേ സംതിങ് ലൈക്ക് ഐ ആം നോട്ട് ഓക്കെ. നിങ്ങളിങ്ങനെ സ്ട്രെസ് ആയിട്ട് അല്ലെങ്കിൽ പേടിച്ചിട്ട് അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ എന്താ, നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന ടൈം അത് കുറച്ച് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്താൽ മതി. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. സോ എന്തായാലും ഇൻ്റർവ്യൂ അങ്ങനെ വലിയ ടഫൊന്നും ആയിരിക്കില്ല. സോ എന്നുവെച്ചാൽ കോൺഫിഡൻ്റ് ആയിരിക്കും. ആ ഇൻ്റർവ്യൂവിൽ ആ സെക്ഷൻ മൊത്തം നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വെക്കണം. ആൻഡ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ജൂനിയേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, കോളേജിൽ വന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂസൊക്കെ എല്ലാം പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. സോ ഇപ്പോഴേ എല്ലാവരും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ലാസ്റ്റ് ഇയർ ഞാൻ ഈ ടൈമാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു ടൈമായപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓറിയൻറ്റേഷൻ ലൈക്ക് കോളേജ് സ്റ്റാർട്ട് ചെയ്തത് ഓഗസ്റ്റിലായിരുന്നു. ഓഗസ്റ്റ് 1st ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. സോ ദിസ് ഇയർ മേ ബി അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്, അറിയില്ല. എനിവേ അങ്ങനെ ആയിരിക്കും. കാരണം ഞങ്ങൾക്കിപ്പോൾ കോളേജ് ഇപ്പോഴാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്, വെക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓപ്പൺ ആവുന്നത് ജൂലൈ ലാസ്റ്റ് വീക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഐ ഗസ് ഫസ്റ്റ് ഇയേഴ്സിന് എന്തായാലും ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ആയിരിക്കും. ലാസ്റ്റ് ഇയർ ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന ബാച്ചിന് ഉണ്ടാവുക. സോ
ആൻഡ് കോളേജ് എക്സ്പെക്റ്റേഷൻസ് പറയുകയാണെങ്കിൽ ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ഈ കോളേജ് അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അമൻ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ അവർ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, നീ ജസ്റ്റ് ഒരു ട്രൈ ചെയ്യ്. അപ്പോൾ അവൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വേറെ ഇതൊന്ന് ട്രൈ ചെയ്തത്, അതെന്നെ എനിക്ക് കിട്ടി. അങ്ങനെ എനിക്ക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നില്ല, ഞാനങ്ങനെ ഒന്നും റിസർച്ച് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്താ പറയുക, എനിക്കങ്ങനെ വലിയ എക്സ്പെക്റ്റേഷൻസ് വയ്ക്കാണ്ട് വന്നുകൊണ്ടായിരിക്കും മേ ബി എനിക്കിഷ്ടമായത്. എനിക്ക് കോളേജ് ലൈഫ് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എനിക്ക് ഓക്കെയാണ്. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് വന്നിട്ട് എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇവിടെ കണ്ടില്ല, അങ്ങനത്തെ ഫീലൊന്നും എനിക്കുണ്ടായില്ല. ബിക്കോസ് ഞാൻ അങ്ങനെ വേറൊന്നും വെച്ചിട്ടല്ല വന്നത്, ദാറ്റ്സ് വൈ. സോ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് വലിയ ഇതൊന്നും ആവണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് കോളേജിനെ പറ്റി. കാരണം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കില്ലല്ലോ മറ്റൊരാൾക്ക് വരുന്നത്, പിന്നെ എക്സ്പീരിയൻസ് ആയിരിക്കും ഓരോരുത്തരുടെ ഇതിൽ പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഒന്നും നിങ്ങൾ ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങളൊന്നും ജഡ്ജ് ചെയ്യണ്ട. നിങ്ങൾ വരുന്നവർ ഒട്ടും എക്സ്പെക്റ്റേഷൻസ് ഒന്നും വയ്ക്കാണ്ട് പോവാ, എന്നിട്ട് എന്താ മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങളും എൻജോയ് ചെയ്യുക. സോ മഴ പെയ്യുന്നു, പെയ്യല്ലേ പ്ലീസ്, മഴ പെയ്യുന്നു ഗൈസ്. നോ 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 ഗോഡ് പ്ലീസ് നോ. നോ പ്ലീസ് പ്ലീസ് പ്ലീസ്. അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻസ് ഒന്നും വയ്ക്കണ്ട. വരുന്നവർ വരിക, കോളേജ് ലൈഫ് ഇസ് ലൈക്ക് അങ്ങനെയാണ്. വരുന്നവർ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ ഇത് ജഡ്ജ് ചെയ്താൽ മതി. അല്ലാണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ടൊന്നും ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട, ഓക്കെ? ക്ലാസ് ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ടായിരിക്കും. ഇങ്ങനെ ഹാഫ് ഡേ ഉള്ളൂ എല്ലാ ദിവസവും. മൺഡേ ലൈക്ക് മോർണിംഗ് സെക്ഷൻ ആണെങ്കിൽ ട്യൂസ്ഡേ നൂൺ ആയിരിക്കും. ദെൻ വീണ്ടും വെനസ്ഡേ നമുക്ക് മോർണിംഗ് സെക്ഷൻ ആയിരിക്കും. എല്ലാം പറന്നു പോവുക, ഞാനും കൂടി ഇപ്പോൾ പറന്നു പോകും, കാറ്റ് അത്രയും കാറ്റ്. സോ അങ്ങനെയാണ് ക്ലാസ് ഉള്ളത്, ഫുൾ ഡേ ക്ലാസ് ഇല്ല. പിന്നെ നമ്മൾ ഇപ്പോൾ ലൈക്ക് തേർഡ് ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ ക്ലാസ്സസ് ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ എക്സ്ട്രാ ക്ലാസ്സസ് ഉണ്ടാവും, അങ്ങനെ അല്ലാണ്ട് ഇതില്ല. ഇറ്റ്സ് ആക്ച്വലി റിയലി നൈസ്. ബിക്കോസ് നമുക്കിപ്പോൾ ഹാഫ് ഡേ കോളേജിൽ വന്നാൽ മതി, പിന്നെ ബാക്കി നമുക്ക് നമ്മുടേതായ എന്ത് വേണമെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവാം, പഠിക്കാം. പിന്നെ പലതരം നമുക്ക് പല ജിമ്മിൽ പോകാം, വർക്കൗട്ട് ചെയ്യാം, കുറേ ടൈം നമുക്കുണ്ട്. അതിന് ശേഷം നമുക്ക് പല ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവാം. സോ അത് കാരണം യൂഷ്വലി കോളേജൊക്കെ ഫുൾ ഡേ അല്ലേ, നമുക്കിപ്പോൾ ഹാഫ് ഡേ ആയതുകൊണ്ട് ബാക്കിയുള്ള ടൈമെല്ലാം നമുക്ക് ഒരുപാട് സ്പേ ചെയ്യാം. ലൈക്ക് ഒരു ദിവസം ഞങ്ങൾക്ക് 3 hours, പിന്നെ വേറെ നൂൺ സെക്ഷൻ ആണെങ്കിൽ 4 hours ആണുള്ളത്. എല്ലാവർക്കും അങ്ങനെയല്ല, ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ്. അപ്പോൾ ഒരു ഡേ വന്നിട്ട് എന്തായാലും 3 hours ഉണ്ടാവും, പിന്നെ ഒരു ഡേ 4 hours അങ്ങനെ ആയിരിക്കും. സോ നമുക്കങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷേ പി ജിക്കൊക്കെ ഫുൾ ഡേ ഉണ്ട്, നമ്മളെ പോലെയല്ല. സോ യാ, ദാറ്റ്സ് ദ തിങ്. അപ്പോൾ കോളേജ് ക്ലാസ് ടൈമൊക്കെ ഇങ്ങനെയാണ്. പിന്നെ കോളേജിലെ ഏറ്റവും മെയിൻ തിങ് വന്നിട്ട് കോളേജിലെ ഡ്രസ് കോഡാണ്. കറണ്ട് സിറ്റുവേഷൻ, അയ്യാ മഴയൊന്നും എല്ലാം പോയി. ഇനിയിപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആകുമല്ലോ അറിയില്ല, കാറ്റങ്ങ് എന്നെ എടുത്തിട്ട് പോവാം. അയ്യോ എന്ത് കാറ്റാ. ദിസ് ഈസ് ബെറ്റർ. ഇനിയിപ്പോൾ കാറ്റൊന്ന് കുറയട്ടെ എന്നിട്ട് സംസാരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നൊന്നും ക്ലിയർ ഉണ്ടാവില്ല. One eternity later. ഇതെന്നെങ്ങാനും നിൽക്കുമോ? സോ ദ നെക്സ്റ്റ് ടോപ്പിക് കോളേജിൻ്റെ ഡ്രസ് കോഡാണ്. അപ്പോൾ കോളേജിന് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മെയ്ഡായിട്ടുള്ളൊരു സംഭവമാണ് ഡ്രസ് കോഡ്. കാർഗോസ് ഒന്നും നമുക്ക് കോളേജിൽ ഇടാൻ പറ്റില്ല, ഗേൾസിന് ക്രോപ്പ് ടോപ്പ് ഇടാൻ പറ്റത്തില്ല, ആൻഡ് സ്ലീവ്ലെസ് അലൗഡ് അല്ല, സ്കേർട്സ് ഒന്നും തന്നെ അലൗ ചെയ്യത്തില്ല. അതിപ്പോൾ ഏതൊക്കെ ആയാലും മിനി ആയിരിക്കും, ഫുള്ളായാലും ഏതൊക്കെയായാലും സ്കേർട്സ് ഒന്നും അലൗ ചെയ്യത്തില്ല. സോ ഡ്രസ് കോഡ് നിങ്ങൾ എന്തായാലും വരുമ്പോൾ നിങ്ങൾക്കറിയാം. പിന്നെ നിങ്ങളിപ്പോൾ സെലക്ട് ആവുകയാണെങ്കിലും നിങ്ങൾക്ക് മെയിൽ വരുമ്പോൾ ഒഫീഷ്യൽ മെയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ വരും നിങ്ങൾക്ക് എന്തായാലും കോളേജിൻ്റെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സോ അതിലിതെന്തായാലും ഉണ്ടാവും. ബോയ്സിന് മെയിനായിട്ടുള്ളത് ബിയേർഡ് വെക്കാൻ പറ്റില്ല, സോ അതൊക്കെ മാറ്റേണ്ടി വരും. പിന്നെ ഹെയറൊന്നും ലോങ് ആയിട്ട് വളർത്താൻ പറ്റില്ല, ഹെയർ കട്ട് ചെയ്യണം. ആൻഡ് കളറിങ്, ഹെയർ കളറിങ് ഈസ് ദ വേഴ്സ്റ്റ് തിങ്. ബട്ട് സ്റ്റിൽ കോളേജിൽ കുറേ പേര് ഹെയർ കളർ ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടിപ്പോൾ നടക്കുന്നവർക്കുണ്ട്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അനുസരിച്ചിരിക്കും.
അതിപ്പോൾ ചില ഞങ്ങളുടെ BBA ഡിപ്പാർട്ട്മെൻറ്റാണ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. കളറിങ് ഒക്കെ ചെയ്താൽ അത് മാറ്റാൻ വേണ്ടി പറയും. സോ ബട്ട് സ്റ്റിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെയൊക്കെ കളർ ഉണ്ട്. അതെന്ന് വെച്ചാൽ ലൈറ്റ് കളേഴ്സ് ആയിരിക്കും, ഇങ്ങനെ അധികം അറിയാത്ത അങ്ങനത്തെയൊക്കെ ലൈറ്റ് കളേഴ്സ്, മീഡിയം കളേഴ്സ്, അതൊക്കെ ആണെങ്കിൽ ഓക്കെ. ബട്ട് സ്റ്റിൽ കളറിങ് അലൗഡ് അല്ല. ആൻഡ് ടാറ്റു, പിയേഴ്സിങ് അതൊന്നും അലൗഡ് അല്ല. ബോയ്സിനൊക്കെ സ്ട്രിക്റ്റ് ആണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കൾച്ചറായിട്ട് എന്തെങ്കിലും ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യും. ബട്ട് അല്ലാണ്ട് നോ നോ യാ. സോ ഡ്രസ്സിങ് ഇപ്പോൾ കാർഗോസൊക്കെ ഞാൻ ഒരുപാട് ഇടുന്നുണ്ട്. മേ ബി എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ കയ്യിലുള്ള പാൻസൊക്കെ കാർഗോസാണ്. അപ്പോൾ ഞാൻ ഇടാറുണ്ട്. പക്ഷേ ഇട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഹൈഡായിട്ട് നടക്കേണ്ടി വരും. വലിയ പ്രശ്നമൊന്നുമില്ല. പിടിച്ചാൽ പിന്നെ കുഴപ്പമില്ല, HODൻ്റെ അടുത്ത് പറഞ്ഞയക്കും. പിന്നെ ഫാദറിനെ കാണണം, അങ്ങനെയൊക്കെ കുറച്ച് പ്രൊസീജിയർ ഉണ്ടാവും. പിന്നെ അവരുടെ വാലിരിക്കുന്ന കേൾക്കണം. ചിലപ്പോൾ നമ്മൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരേണ്ടി വരും. യാ, സോ ഇടുകയാണെങ്കിൽ നിങ്ങൾ ഹൈഡ് ചെയ്ത് നടക്കേണ്ടി വരും. ബെറ്റർ ഇടാതിരിക്കുന്നതാണ്. സോ യാ, അപ്പോൾ അങ്ങനെ കുറേ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇതുണ്ട്. അതപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രോഗ്രാംസ്, ഫങ്ഷൻ. സോ ഇതിപ്പോൾ ഒരു ഇയർ എൻഡ് ആയപ്പോഴാണ് കോളേജിലുള്ള എന്തൊക്കെ പ്രോഗ്രാംസ് നടക്കുന്നതെന്ന് പോലും ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. കാരണം ഞാൻ അധികം ഇൻവോൾവ് ആയില്ല. അധികം എന്താ പറയുക, കോളേജിൽ ഇൻവോൾവ് ആകില്ല. കോളേജ് വരാൻ നേരെ ജിം, പിന്നെ PG, അങ്ങനെയാണ്. നേരെ ഒരു ഒറ്റ പോക്കാണ് ഞാൻ ചെയ്യാറ്. അല്ലാണ്ട് ഇവിടുത്തെ കാര്യമൊന്നും ഞാൻ അന്വേഷിക്കാറില്ല, എടുക്കാറില്ല. അങ്ങനത്തെയൊക്കെ ഒരു ഇതാണ്. ബട്ട് എനിക്കിങ്ങനെ കോളേജിൽ ഡാൻസ് ടീമിലൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിക്കുന്നുണ്ട് നെക്സ്റ്റ് ഇയർ എന്തായാലും ജോയിൻ ചെയ്യണമെന്ന്. സോ നിങ്ങളിപ്പോൾ വരുന്നവർ ഫസ്റ്റ് ഇയർ തന്നെ ഷൈ ആകണ്ട്. എല്ലാ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക. കോളേജിൽ എപ്പോഴെപ്പോഴും പ്രോഗ്രാംസ് ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അങ്ങനെ ഇങ്ങനെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ അതിൽ നമ്മൾ ആക്റ്റീവ് ആയിരുന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നടക്കണമെന്ന്. അതല്ല എന്നെപ്പോലെ ആണെങ്കിൽ ഒന്നും അറിയില്ല. ഓക്കെ, സോ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആവാണ്ട് എല്ലാ ആക്ടിവിറ്റീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. സോ അതൊക്കെ തന്നെ. ദെൻ അപ്പോൾ ഫങ്ഷൻസ്, പ്രോഗ്രാംസ് അങ്ങനെയാണ്. പിന്നെ കോളേജിലെ ഏറ്റവും വലിയ ഫങ്ഷൻ വന്നിട്ട് കോളേജിലെ എത്നിക് ഡേ ആണ്. ഇറ്റ്സ് റിയലി ഗുഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് കോളേജ് ഡേ ആണ്. അപ്പോൾ അതൊക്കെ നൈസാണ്. സോ ദ നെക്സ്റ്റ് തിങ് അറ്റൻഡൻസ് ആണ് മെയിൻ തിങ്. നമുക്ക് അറ്റൻഡൻസ് തൊട്ട് ഇതുണ്ടെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ എന്തൊക്കെ വന്നാലും. സോ എന്നുവെച്ചാൽ ഈ 75% ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിപ്പോൾ ഇല്ലാണ്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എക്സാം എഴുതാൻ പറ്റാതെ. അപ്പോൾ അത് ഫോക്കസ് ചെയ്യുക. കാരണം ബാക്കി 25% ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ബങ്ക് ചെയ്യാം, ക്ലാസ്സിൽ വരാണ്ടിരിക്കാം. മേ ബി എന്തെങ്കിലും മെഡിക്കൽ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റൻഡൻസ് കിട്ടും. പക്ഷേ 75 അറ്റൻഡൻസ്, ബട്ട് അറ്റ്ലീസ്റ്റ് 75 നമുക്ക് വേണം. എന്നാലേ നമുക്ക് അറ്റ്ലീസ്റ്റ് അല്ല വേണം, കമ്പൽസറിയായിട്ട് വേണം. എന്നാലേ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ യാ. പിന്നെ കോളേജിലെ സ്പോർട്സ് ആക്ടിവിറ്റീസ് പറയുമ്പോൾ കോളേജിലെ സ്പോർട്സൊക്കെ ഉണ്ട്. സ്പോർട്സ് ടീം ലൈക്ക് ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ ഫുട്ബോൾ ടീമിൽ പോയി. ബട്ട് ഗേൾസിന് അധികം ടീമില്ല, കാരണം പ്ലേയേഴ്സ് ഇല്ല. അത് കാരണം ടീമുണ്ട് ബട്ട് പ്രോപ്പറായിട്ട് നല്ല ആക്റ്റീവ് അല്ല. കാരണം എന്താ പറയുക, ഇതില്ലല്ലോ, പ്ലേയേഴ്സ് ഇല്ലാത്ത കാരണം ആക്റ്റീവ് അല്ല. അപ്പോൾ സ്പോർട്സൊക്കെ അങ്ങനെയാണ്. ദെൻ കോഴ്സിലേക്ക് വേറെ കോഴ്സ് ഉണ്ട്. ബട്ട് എനിക്ക് അതിനെപ്പറ്റി എന്താ പറയണമെന്ന് അറിയില്ല. കാരണം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളതിലും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ എൻ്റെ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി ബെസ്റ്റ്. വലിയ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. ഞാൻ ചെയ്യുന്നത് BBA ആണ്. വലിയ ഡിഫിക്കൽട്ടീസ് ഇല്ല. പിന്നെ എന്താ പറയുക, ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും ഫാക്കൽറ്റീസൊക്കെ എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ്. വലിയ സ്ട്രെസ്സോ അങ്ങനെ അല്ലാണ്ട് അങ്ങനെ ഫോഴ്സിങ് അങ്ങനെ ഒന്നുമില്ല. ഇറ്റ്സ് റിയലി ഗുഡ്. ക്ലാസ്സൊക്കെ ആണെങ്കിൽ എല്ലാം നല്ല ഫണ്ണൊക്കെയാണ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് ആരുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്തത് കാരണം കുറച്ചൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ദെൻ പിന്നീട് ഇറ്റ്സ് നൈസ്. സോ ഓൾസോ ഇറ്റ്സ് ഗുഡ്. പിന്നെ എന്താ പറയുക, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഫോറൻസിക് സയൻസ് അതിലൊക്കെ ഉണ്ട്. അവർക്കും ചിലർക്കൊക്കെ നല്ല ഒപ്പീനിയനാണ്. ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. സോ അവരുടെ എക്സ്പീരിയൻസ് വെച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ കുറച്ച് പേര് നല്ലത് പറയുന്നു, കുറച്ച് പേര് അവരുടെ ഇതായത് പറയുന്നു. സോ ഒരു ഷോക്ക് പോകുന്നു. എൻ്റെ പേഴ്സണൽ
ഇത് ഒപ്പീനിയനാണ് പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഇറ്റ്സ് റിയലി നൈസ്. സോ ദ മെയിൻ തിങ് ഹോസ്റ്റൽ, PG, സ്റ്റേ, ഓൾ അബൌട്ട് സ്റ്റേ. സോ സ്റ്റേ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചു ഇപ്പോൾ കുറേ പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ കോളേജിൻ്റെ തന്നെ ഹോസ്റ്റൽസ് ഉണ്ട്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഹോസ്റ്റലിൽ ചെയ്യുക. അവർ പറഞ്ഞിട്ടുള്ള ഒരു ഇത് പറയുന്നത് ഹൈജീനൊക്കെ ഓക്കെയാണ്, മെയിൻ്റനൻസ് ഒക്കെ നല്ലതാണ്. ബട്ട് സ്റ്റിൽ അവരിപ്പോൾ നെക്സ്റ്റ് ഇയർ PG പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. PGയിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ അപ്പാർട്ട്മെൻ്റ് എടുത്ത് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. എല്ലാവർക്കും ഓരോ അപ്ഗ്രേഡ് വരുവാണ്. സോ നിങ്ങളിപ്പോൾ വരുമ്പോൾ ഹോസ്റ്റലിൽ നിൽക്കണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എനിക്ക് എന്തോ പറയേണ്ടതെന്ന് അറിയില്ല അതിനെപ്പറ്റി. PG നല്ല PGs ഉണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള PGs ഉണ്ട്. അതേസമയം ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള PG ഉണ്ട്. സോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എൻ്റെ PG ഇറ്റ്സ് റിയലി നൈസ്. എനിക്ക് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ നിൽക്കുന്ന PG എല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ എൻ്റെ PG ബെസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം അത്രയ്ക്കും ഫെസിലിറ്റീസ് ഉണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ അതിനനുസരിച്ച് ബഡ്ജറ്റ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഡിപ്പോസിറ്റൊക്കെ കുറച്ച് ഡിപ്പോസിറ്റ് അങ്ങനെ കുറച്ച് സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള PGs ഉണ്ട്. ഇവിടെ ബോയ്സിന് വന്നിട്ട് ലൈക്ക് ലിവിസ്റ്റേക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഗേൾസിന് കുറേ PGs ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ഓൺലൈനിൽ ഞാൻ PG ഒക്കെ ചൂസ് ചെയ്തത് എല്ലാം ഓൺലൈനിൽ കൂടിയായിരുന്നു. ഒരു EasyMy അങ്ങനെ എന്തോ ഒരു സൈറ്റ് ഉണ്ടായിരുന്നു, എഫോക്കത്താൻ. അത് മാത്രമല്ല മെയിൻ തിങ്, ഞാൻ കോളേജിൽ ഓറിയൻറ്റേഷൻ ഡേക്കാണ് വരുന്നത്. അതിന് 2 days മുമ്പാണ് ബാംഗ്ലൂർ എത്തുന്നത് പോലും. അതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് കോളേജ് ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ PGs അറേഞ്ച് ചെയ്യുകയോ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. താങ്ക് ഗോഡ് എനിക്ക് ഒരു പൊട്ട PG കിട്ടിയില്ല. ഞാൻ നല്ലൊരു PG തന്നെ കെയർ ചെയ്യാൻ. അത്യാവശ്യം ക്യാഷ് ഉണ്ട്, ലൈക്ക് പൈസ കൊടുക്കുന്നുണ്ട്, റെൻറ്റ് കൊടുക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. സോ നിങ്ങളെന്താ വെച്ചാൽ നേരത്തെ വന്ന് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എല്ലാവർക്കും ഒരേ ഇതായിരിക്കില്ല. പിന്നെ ഞങ്ങളുടെ PGൻ്റെ റെൻറ്റ് നെക്സ്റ്റ് ഇയർ കൂട്ടുന്നുണ്ട്. സോ അങ്ങനത്തെ ലൈക്ക് ഫൈനാൻഷ്യൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ബഡ്ജറ്റ് കുറച്ച് കൂട്ടുന്നു. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നോക്കുന്നതെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഓരോ PGയിൽ പോയി അന്വേഷിക്കുക. കോളേജിനടുത്തൊരു കുറേ PGs ഉണ്ട്. സോ അങ്ങനത്തെ ഇതുണ്ട്. പിന്നെ ആദ്യം അപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ നിൽക്കണ്ട. കാരണം അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നത് വലിയ ഇതല്ല. കുറച്ച് ഫസ്റ്റ് ഇയറൊക്കെ വന്നിട്ട് ഫ്രണ്ട്സൊക്കെ സെറ്റ് ആയിട്ട് നെക്സ്റ്റ് ഇയർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാണ്ട് സ്റ്റാർട്ടിങ്ങിൽ അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നതിനോട് സോ അപ്പോൾ ഫസ്റ്റ് ഇയർ നിങ്ങൾ PG ആയിരിക്കും ബെറ്റർ. ഹോസ്റ്റൽസ് വലിയ സ്ട്രിക്റ്റ് ഒന്നും ഇല്ല. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ ഫോണൊക്കെ അലൗ ചെയ്യുമെന്ന്. ഫോണൊക്കെ അങ്ങനെ വാങ്ങിക്കത്തില്ല ഇവിടെ അങ്ങനെ ഒന്നും. കാരണം നമ്മുടെ പേഴ്സണൽ തിങ്സൊക്കെ അതിലൊക്കെ കയറി അതൊക്കെ ഒന്നും നല്ലതല്ല. അതൊക്കെ ഇവിടെ ഒന്നുമില്ല. നാട്ടിലങ്ങനെ ഉണ്ടായിരിക്കുമല്ലേ? എനിക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ പറയും. നിങ്ങൾ ആരുടെയെങ്കിലും ഹോസ്റ്റലിൽ ഇങ്ങനെ ഫോണൊക്കെ വാങ്ങി വയ്ക്കുന്നുണ്ടെങ്കിൽ ഗൈസ് കമൻറ്റ് ബിലോ, നമുക്ക് ഇതിനെതിരെ പ്രതിഷേധിക്കാം. ഓക്കെ. സോ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ അങ്ങനെ വാങ്ങിയൊന്നും വയ്ക്കില്ല. PGs അങ്ങനെ. സോ പിന്നെ വേറെ ഒന്ന് വന്നിട്ട് നിങ്ങൾ മെയിൻ തിങ് എനിക്ക് പറ്റിയൊരു ഹോൾഡ് ഞാൻ നിങ്ങൾക്ക് പറയാം. കാരണം എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് അത് വന്നിട്ടുണ്ട്. എൻ്റെ PGയിൽ പറ്റിയൊരു ഇഷ്യൂ ആണ്. നമ്മൾ ഡിപ്പോസിറ്റ് പേ ചെയ്യുമ്പോൾ അവർ നമുക്ക് ലാസ്റ്റ് തരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവർ കുറച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്, ബ്ലാ 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 പറയുക. സോ ഇപ്പോൾ നോക്കി വരുമ്പോൾ ഡിപ്പോസിറ്റ് എമൗണ്ട് തിരിച്ച് കിട്ടാത്ത ഒരു അവസ്ഥയാണ്. ബട്ട് കുറച്ച് പേരൊക്കെ അവരുടെ പാരൻസായിട്ട് സംസാരിച്ച് കുറച്ച് ഇഷ്യൂസ് ആക്കിയപ്പോഴത്തേക്കും അവർക്കൊക്കെ തിരിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് 40K പേ ചെയ്തു. എന്നിട്ട് ആൾ പോകാണ്ടിരുന്നപ്പോൾ ചോദിച്ചിട്ട് കൊടുക്കാത്ത കാരണം പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൾ അങ്ങനെ അത് വിട്ടിട്ട് പോയി. സോ നിങ്ങൾ PGസിൽ എന്തെങ്കിലും ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഡിപ്പോസിറ്റിൻ്റെ കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞ് എന്നുവെച്ചാൽ 2 പേരും പറയുന്നത് നല്ലൊരു ക്ലിയർ ആയിരിക്കണം. എപ്പോൾ മാറുവാണെങ്കിൽ ഡിപ്പോസിറ്റ് തിരിച്ച് കിട്ടുമോ ഇല്ലേ എന്താണെന്ന് വെച്ചാൽ അത് ക്ലിയർ ആയിട്ട് സംസാരിച്ചിട്ട് വേണം ചെയ്യാൻ. അത് നോക്കുക. സോ പിന്നെന്താ, കുറേ PGs ഉണ്ട്. 2 ഷെയറിങ്ങിനൊക്കെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. 2 ഷെയറിംഗ് ആണ്. അപ്പോൾ ഞാൻ പേ ചെയ്യുന്നത് 12K ആണ് പെർ മന്ത്, ഇൻക്ലൂഡിങ് ഫുഡൊക്കെയാണ്. സോ അതിനേക്കാൾ ബഡ്ജറ്റ് കുറവായിട്ടുള്ളതൊക്കെ ഉണ്ട്. ലൈക്ക് 8K 9K പിന്നെന്താ 10K എറൗണ്ട്. അത് എറൗണ്ട് ബിലോ 10K ഒക്കെ ഇവിടെ കിട്ടും. ഓൾസോ എന്താ പറയുക, അതിൽ കൂടുതലും ഉള്ളതുകൊണ്ട്. പിന്നെ വന്നിട്ട് എന്താ പറയുക, അപ്പോൾ ബിലോ 10K ഉണ്ട്. ഞാനിപ്പോൾ പേ ചെയ്യുന്നത് 12K ആണ്. സോ അതിലേക്കാളും കുറച്ചുകൂടി കുറഞ്ഞതൊക്കെ കിട്ടും. അപ്പോൾ വൺ ഷെയറിംഗ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കൂടും. ബട്ട് 12K വൺ ഷെയറിംഗ് കിട്ടും. ഞാനത് ലൈക്ക് എന്താ പറയുക, ഞാനൊന്നും നോക്കിയില്ലല്ലോ. റേറ്റ് വന്ന് ഇട്ടുകൊണ്ടായിരിക്കും മേ ബി എനിക്ക് ഇതായത്. സോ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കുറഞ്ഞതും കിട്ടും. അതെല്ലാം കൂടിയത് വേണമെങ്കിൽ അങ്ങനെയും നോക്കാം. ഡിപ്പെൻസ്. പിന്നെന്താ പറയുക, പിന്നെ 2 BHK ലൈക്ക് 8K 6K ഉള്ള 2 BHK വരുന്നുണ്ട്. 2 ഷെയറിംഗ് ഉണ്ട്. സോ അതും നോക്കുക. നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറഞ്ഞ് കിട്ടണമെങ്കിൽ അപ്പം നന്നായിട്ട് അന്വേഷിച്ചിട്ടൊക്കെ എടുത്താൽ മതി. ചാടി കയറി എടുക്കരുത്. ഓൾസോ ഡിപ്പോസിറ്റിൻ്റെ കാര്യം ക്ലിയർ ആയിട്ട് സംസാരിക്കണം. എന്നിട്ട് വേണം
റൂമിൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട്. ദെൻ സോ പിന്നെ പി ജി ഹൈജീൻ പറയുകയാണെങ്കിൽ പി ജിസ് ഒക്കെ ക്ലീൻ ചെയ്യാറുണ്ട്, ഡെയിലി മെയിൻ്റനൻസ് ഉണ്ട്, അപ്പോൾ അവരൊന്ന് ക്ലീൻ ചെയ്യും. പിന്നെ ഹൈജീൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മളെങ്ങനെയാണോ നമ്മുടെ വീട് ക്ലീൻ ചെയ്യൂ, നമ്മളെങ്ങനെയാണോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു പോർഷൻ നമ്മളെങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതുപോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കണം, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക അത് ഹൈജീൻ ആയിരിക്കുമോ അല്ലെങ്കിൽ ആ പ്ലേസ് ക്ലീൻ ആയിരിക്കുമല്ലോ എന്ന്. സോ ഹൈജീനെ പറ്റി ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമുക്കായിരിക്കും, നമ്മളെങ്ങനെ ഇരിക്കുമോ അതുപോലെ ആയിരിക്കും നമ്മുടെ റൂമൊക്കെ. സോ അത് എന്താ പറയണമെന്നറിയില്ല. പക്ഷേ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് അവർ ക്ലീൻ ചെയ്യാനൊക്കെ വരും. പിന്നെ നമുക്കും കൂടി കുറച്ച് കോൺട്രിബ്യൂഷൻ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് കൂടി കുറച്ചൊക്കെ റൂം എന്താ വെച്ചാൽ നീറ്റായിട്ട് വയ്ക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം. സോ ഹൈജീനൊക്കെ എങ്ങനെയാണ്. ആൻഡ് ദ ലാസ്റ്റ് തിങ്, ഇതോടുകൂടി വീഡിയോ കഴിയുന്നു ഗൈസ്. സോ ലാസ്റ്റ് തിങ് ഈസ് ലൈഫ് ആഫ്റ്റർ കമ്മിങ് ബാംഗ്ലൂർ. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എന്താ പറയുക, ഒരു ആംബിവേർട്ട് പേഴ്സൺ ആണ്. എനിക്ക് ഞാൻ ക്ലോസ് ആയിട്ടുള്ള ഒരിടത്താണ് എക്സ്ട്രോവേർട്ടായിട്ട് ബിഹേവ് ചെയ്യുക. അതേസമയം പരിചയമില്ല, ലൈക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരാളൊരു വലിയ ഇൻട്രാക്ഷനൊന്നും ഞാൻ വയ്ക്കത്തില്ല. നല്ല ക്ലോസ് ആയിരിക്കുന്നവരുടെ ഞാൻ നല്ല ഹൈപ്പർ എക്സ്ട്രോവേർട്ട് അങ്ങനെയൊക്കെ പറയാം. സോ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ വന്നപ്പോൾ ലൈക്ക് ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ദെൻ അവരൊക്കെ ആയിട്ടുള്ള എൻ്റെ ആ ഒരു ബോണ്ട് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ നല്ല വർക്കിംഗ് അല്ല. പിന്നെ ഞാനും അവരൊക്കെ ആയിട്ടുള്ള ആ ഒരു ബോണ്ട് അങ്ങ് പോയി. പിന്നെ അതിനുശേഷം പിന്നെ ഒരു ലൈക്ക് എന്താ പറയുക, ഒരു 6 months 5 months പോലെ എനിക്ക് ഒരു ഫ്രണ്ട്സും ഇല്ലായിരുന്നു. 6 months പോലെ ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ എന്താ പറയുക, എല്ലാം ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുന്ന ആ ഒരു ഇതന്നെ. എനിക്കങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നതിലൊന്നും പ്രശ്നമില്ല, എനിക്ക് അത് ഇഷ്ടമാണ്. ബട്ട് സ്റ്റിൽ ചില ഒരു ടൈമൊക്കെ എത്തുമ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന കൊള്ളാം. സോ അങ്ങനെ ചില സിറ്റുവേഷൻസിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന കൊള്ളാം. അങ്ങനെയൊക്കെ ഒരുപാട് മൊമെൻറ്റ്സിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. പുറത്തൊന്നും പോകാൻ പറ്റില്ല അങ്ങനെ. സോ കുറേ മൊമെൻറ്റ്സിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പറയാ ആ ഒരു പീരീഡൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം കുഴപ്പമില്ല, അതെനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഞാൻ യൂഷ്വലി എന്താ പറയുക, കോളേജ് കഴിഞ്ഞാൽ പി ജി, പിന്നെ അങ്ങനെ ജിമ്മിലൊക്കെ പോകുമ്പോൾ ടൈം എങ്ങനെ പോകുന്നത് അറിയില്ല. അങ്ങനെ കുറേ നാൾ അങ്ങനെ പോയി. അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ ജിം പാർട്ട്ണർ ആ ഒരു ടൈമൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഷെയർ ചെയ്യാനാണെങ്കിലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഓഫ് കോഴ്സ് അവനായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യും. ബട്ട് സ്റ്റിൽ കറൻ്റ്ലി എനിക്ക് ഇവിടെ ഒരു സപ്പോർട്ടീവ് അല്ലെങ്കിൽ എനിക്കൊരു എന്ത് വന്നാലും എനിക്ക് കുറച്ച് ഷെയർ ചെയ്യാൻ, എനിക്ക് കുറച്ച് ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നത് എൻ്റെ ആ ജിം പാർട്ട്ണറാണ്. ഐ എം സോ താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ബിക്കോസ് ലൈക്ക് ഒരുപാട് എന്നെ ലൈക്ക് ഇങ്ങനെ എന്നോട് ഒരുപാട് മൊമെൻറ്റ് സ്പെൻഡ് ചെയ്ത് എനിക്കിങ്ങനെ കുറേയൊക്കെ സമയം ആ സ്ട്രഗ്ലിങ് ആ ഒരു കുറച്ച് പീരീഡിൽ എനിക്ക് ആളുണ്ടെന്നത് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. സോ സ്റ്റിൽ ഷീസ് വിത്ത് മീ. സോ ഐ എം സോ ഹാപ്പി. അതുകൊണ്ടാണ് ഞാൻ ജിം മാറാത്തത്. ജിമ്മിൽ പിന്നെ അവിടെയായിട്ടുള്ളവർക്കായിട്ട് ഞാൻ നല്ല കണക്റ്റഡ് ആണ്. സോ അതുകൊണ്ടാണ് മെയിൻ തിങ് ഞാൻ ജിം മാറാത്തത്. ഇനിയിപ്പോൾ എനിക്ക് മാറാനും അങ്ങനെ പ്ലാൻ ഇല്ലായിരുന്നു. സോ അങ്ങനെയൊക്കെയാണ്. ആൻഡ് അതിനുശേഷം ഇപ്പോൾ ലാസ്റ്റ് കോളേജ് ക്ലോസ് ചെയ്യാറായപ്പോഴാണ് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയത്. ഇപ്പോൾ ലൈക്ക് ഇതിനിടയ്ക്ക് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചിട്ട് ചോദിക്കുക എപ്പോഴാണ് വരിക. എന്നാലും ഇപ്പോഴാണ് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉള്ളത്. പിന്നെ വ്ളോഗ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉള്ള ആരും അങ്ങനെ എൻ്റെ കൂടെ എപ്പോഴും ഉള്ളതല്ല. ജസ്റ്റ് ആ ടൈം എന്ന് വെച്ചാൽ ടെമ്പററി ആയിട്ട് നമ്മുടെ ലൈഫിൽ കുറച്ച് പേരില്ല, അതുപോലെയൊക്കെ ജസ്റ്റ് ഹായ് ബൈ എന്ന് പറഞ്ഞിട്ട് കുറേ പേരുള്ളൂ, അല്ലാണ്ട് വലിയ ക്ലോസ് ആയിട്ടുള്ള ആരുമില്ല. അപ്പോൾ വ്ളോഗ് എടുക്കുമ്പോൾ കൂടെ ഉള്ളവരൊന്നും അധികവും എപ്പോഴും ഉള്ളവരൊന്നും അല്ല. ജസ്റ്റ് എന്താ പറയുക, വ്ളോഗ് എടുക്കുമ്പോൾ ചിലപ്പോൾ കാണുന്നതും പിന്നെ ക്ലാസ്സിൽ പോകുമ്പോൾ ഉള്ളൊരു ഹായ് ബൈ അങ്ങനെയൊക്കെ ഉള്ളൂ. ബട്ട് ഇപ്പോൾ ലാസ്റ്റൊക്കെ കോളേജ് എൻ്റെ ഒക്കെ ആയപ്പോൾ കുറച്ച് ക്ലാസ്സിലുള്ളവരായിട്ടൊക്കെ കുറച്ച് കണക്ട് ആയി, കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി. സോ ഇപ്പോൾ എന്താ പറയുക, കുറച്ച് ഹാപ്പിയൊക്കെയാണ് അങ്ങനെയൊക്കെ ഉള്ളത് കാരണം. സോ ഇപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ വന്നിട്ട് എനിക്ക് എന്തായാലും കോളേജിൽ ഡാൻസ് ടീമിൽ ജോയിൻ ചെയ്യണം, പിന്നെ കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ ജോയിൻ ചെയ്യണം, കുറച്ചുകൂടി ഇൻവോൾവ് ആവണം, കോളേജ് ലൈഫൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഫീലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ വരുന്നവരെന്തായാലും എന്നെപ്പോലെ ആവാണ്ടിരിക്കുക, നിങ്ങൾ കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഫ്രണ്ട്സ് എങ്ങനെ ചൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് ഇരിക്കും ഓരോ ഇതും. സോ നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ നോക്കുക, നല്ല വേയിൽ കൂടി പോകാൻ നോക്കുക. ബാഡായിട്ടൊന്നും ബാംഗ്ലൂർ വന്നു എന്ന് പറഞ്ഞിട്ട് ബാഡായിട്ടൊരു ട്രാക്കിൽ കൂടി പോകാണ്ടിരിക്കുക, മാക്സിമം ട്രൈ ചെയ്യുക. സോ അതൊക്കെയാണ്. ആൻഡ് ദിസ് വീഡിയോ ഈസ് എൻഡിങ് ഹിയർ. ഐ ഹോപ്പ് ഞാൻ നിങ്ങൾക്ക് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ നോക്കാം. So yeah, that's it. And thanks for watching. I hope you guys like this video. So don't forget to like, share, subscribe. Okay. And yeah.